നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ചുമട്ടുതൊഴിലാളികളുമായി തർക്കത്തെ തുടർന്ന് ഒരു സ്ഥാപനം തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നിരിക്കുകയാണ്. ശ്രീകാര്യം കരിയത്തെ ഗിരിജ സ്റ്റീൽസ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത്. ലോറിയിൽ നിന്ന് കമ്പികൾ ഇറക്കാൻ ചുമട്ടുതൊഴിലാളികൾ എത്താൻ വൈകിയതോടെ കടയിലെ ജീവനക്കാർ ലോഡ് ഇറക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്ഥലത്തെത്തിയ ചുമട്ടുതൊഴിലാളികൾ ഡ്രൈവറെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 3 വർഷമായി ഞങ്ങൾ ഗോഡൗൺ തുടങ്ങിയിട്ട് 3 വർഷം ഞങ്ങൾ ഗോഡൗൺ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കരിയൻ യൂണിയൻ, ഞങ്ങൾ CIT യൂണിയനാണ്, ഞങ്ങളുടെ കരിയൻ യൂണിയൻ ഞങ്ങളെ സമീപിക്കുകയും അവരെ ഇവിടെ സമീപിച്ചിട്ട് അവർക്ക് ഇവിടെ കയറ്റിറക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ തദ്ദേശ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ അത് അനുവദിക്കുകയും അല്ലെങ്കിൽ ഞങ്ങളത് സമ്മതിക്കുകയും അതിനുശേഷം ജോലി തുടങ്ങിയ ശേഷം ഇവർ കൃത്യസമയത്ത് ജോലിക്ക് വരാതായി തുടങ്ങി. ഇന്നലെ ഞങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു വലിയ ലോഡ് മെറ്റീരിയൽ വന്നപ്പോൾ CIT യൂണിയൻ തൊഴിലാളികളും അവരുടെ കുറേ നേതാക്കളും വന്നിട്ട് ഞങ്ങളുടെ ലോറി അവിടെ പിടിച്ചിട്ടു. ഞങ്ങളുടെ ലോറി ഈ റോഡിൽ വച്ച് തടയുകയും ലോറിയിൽ വന്ന ആളെ എനിക്കിവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യ ഭാഷകൾ പറയുകയും പുള്ളി അടിക്കും പിടിക്കും എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ലോറി കംപ്ലീറ്റ്ലി ഇവിടെ സ്റ്റക്കാക്കി. ഇനി ഞങ്ങൾ ആ ഗോഡൗൺ ഈ യൂണിയനുമായി തുടർന്ന് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ബാക്കിയുള്ള അല്ലെങ്കിൽ ഗിരിജ സ്റ്റീൽ എന്നുള്ള ബ്രാൻഡ് കംപ്ലീറ്റ്ലി പൂട്ടുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയായപ്പോൾ ഞങ്ങൾ ആ ഗോഡൗൺ പൂട്ടിയിടാൻ തീരുമാനിച്ചു. അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്ത അവസ്ഥയായി. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത്. അശ്വിൻ, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? വിനിത, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കരിയത്തെ ശ്രീകാര്യത്തിന് സമീപമാണ് ഈ കരിയം വരുന്നത്. ഇവിടെ 2 ഷോറൂമുകൾ ഗിരിജ സ്റ്റീൽസിനുണ്ട്. അതിൽ ഒരിടത്ത് CITU തൊഴിലാളികളും മറ്റൊരിടത്ത് INTUC തൊഴിലാളികളുമാണ് സഹകരിച്ച് കയറ്റിറക്ക് ചെയ്യുന്നത്. ഈ ആദ്യത്തെ ഇവരുടെ ഷോറൂം കുറെ നാളായി അവിടെ പ്രവർത്തിക്കുന്നു, വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഗിരിജ സ്റ്റീലിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രൂപത്തിലാണ് കരിയത്ത് വീണ്ടും ഒരു ഗോഡൌൺ ഇവർ തുടങ്ങുകയും അവിടെ ഷോറൂമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നത്. പക്ഷേ കരിയത്ത് നിലവിലിപ്പോൾ CITU പ്രവർത്തകരാണ് കയറ്റിറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 3 വർഷം തികയും ചെയ്യുന്നു. ഈ 3 വർഷത്തിനിടയിൽ നിരവധി തവണ CITU പ്രവർത്തകർ അല്ലെങ്കിൽ ഈ തൊഴിലാളികൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാപന ഉടമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ ലോറിയുമായി സ്റ്റീലുമായി നിരവധി ലോറികൾ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ സമയത്ത് തൊഴിലാളികൾ കയറ്റിറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരുന്നില്ല. പിറ്റേ ദിവസമാണ് ഈ തൊഴിലാളികൾ വരുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവരുടെ ഈ ഓർഡറുകൾ അനുസരിച്ച് വരികയും അത് അടിയന്തരമായി തന്നെ കയറ്റി ഈ ലോറികളെ പറഞ്ഞുവിടേണ്ട ഒരു സാഹചര്യം എത്തിയിരുന്നു. തുടർന്ന് ജീവനക്കാരെ ഉപയോഗിച്ച് ഈ ഉടമ ഈ സ്റ്റീലുകൾ ലോഡിറക്കാൻ ശ്രമിച്ചിരുന്നു. ഇതാണ് പിന്നീട് CITU തൊഴിലാളികൾ അവിടേക്ക് എത്തി ലോറി ഡ്രൈവറെ അടക്കം കയ്യേറ്റം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തത്. പിന്നീട് DLUയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിൽ ഈ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഈ ഉടമ ഇനി ഇത് ഇറക്കാൻ കഴിയില്ല, അടച്ചുപൂട്ടലല്ലാതെ മറ്റു മാർഗമില്ല. കാരണം കഴിഞ്ഞ ദിവസം മാത്രം ഇവർക്ക് ഏതാണ്ട് 14-15 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അവർക്കുണ്ടായത്. ചുമട്ടുതൊഴിലാളികളുമായുള്ള തർക്കത്തിനൊടുവിൽ ഇതാ ആ സ്ഥാപനം തന്നെ പൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ആഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.